നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം തന്നെ പ്രസ്താവിക്കും. കോടതിയിലേക്ക് ജഡ്ജി ഉൾപ്പെടെയുള്ളവർ കടന്നുവരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പോലീസ് വാഹനം കണ്ടെയ്നർ റോഡ് വഴി കോടതി ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നതും കണ്ടു. അല്പസമയത്തിനകം തന്നെ പ്രതികളുമായുള്ള പോലീസ് വാഹനം കോടതി വളപ്പിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വിപിൻ സി വിജയൻ കോടതിയുടെ മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. വിപിൻ, ഒരു ചെറിയ രീതിയിലുള്ള വാദം, അത് പ്രതിഭാഗവും പ്രോസിക്യൂഷനും അവരവരുടെ ന്യായങ്ങൾ നിരത്തും. ഒപ്പം ശിക്ഷാവിധിയിൽ പരമാവധി ശിക്ഷ അത് ഉറപ്പാക്കുകയാണ് പ്രോസിക്യൂഷൻ ലക്ഷ്യമിടുന്നതെങ്കിൽ പരമാവധി ഇളവ് നേടിക്കൊടുക്കുക പ്രതികൾക്ക്. അതാണ് അവരുടെ അഭിഭാഷകന്റെ ലക്ഷ്യം. എപ്പോഴാണ് ഈ കോടതി നടപടികൾ തുടങ്ങിയോ? ഇപ്പോൾ വിധി പ്രസ്താവം എപ്പോഴുണ്ടാകും? എന്താണ് വിവരങ്ങൾ? ഇത് ഇപ്പോൾ 10:30 ആയിരിക്കുന്നു. 11 മണിക്ക് തന്നെ കോടതി നടപടികൾ തുടങ്ങും. ആദ്യ കേസായി തന്നെ ഈ കേസ് പരിഗണിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് കോടതിയിൽ നടക്കുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഈ 6 പ്രതികളെയും ഇപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൽ 6 പ്രതികൾ എന്ന് പറയുമ്പോൾ പൾസർ സുനിയുണ്ട്, മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി ബി മണികണ്ഠൻ, വിജീഷ്, അതുപോലെ തന്നെ വടിവാൾ സലീം, പ്രദീപ്. ഇങ്ങനെ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളെയും ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കും. ഈ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രതി നിൽക്കുന്ന ഭാഗത്തേക്ക് അവിടേക്ക് ഇവരെ മാറ്റി നിർത്തും. അതായത് പ്രതിയുടെ ആ കൂട്ടിൽ ഇവരെ 6 പേരെയും നിർത്തും. ഇവർ ചെയ്ത കുറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയും, അതിന്റെ ശിക്ഷകൾ എന്നുള്ളതും പറയും. അതിനുശേഷമാണ് ഈ പ്രതിഭാഗത്തിന്റെ വക്കീൽ ഇവർക്ക് ഇളവ് വേണം, അതായത് ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ, പ്രായം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വാദങ്ങൾ നടക്കും. അത് കൂടുതൽ സമയം കിട്ടുക പ്രതിഭാഗത്തിനാണ്. അതിനുശേഷം പ്രോസിക്യൂഷൻ ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകണം. കാരണം ഇത് കേട്ടുകേൾവിയില്ലാത്ത, രാജ്യത്ത് തന്നെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന അത്രയും വലിയൊരു ക്രൂരകൃത്യം, ബലാത്സംഗത്തിന് കൊട്ടേഷൻ എന്നുള്ള ഒരു ക്രൂരകൃത്യമാണ് എന്നുള്ളത് പ്രോസിക്യൂഷനും പറയും. അതിനുശേഷമായിരിക്കും ഒരു വിധി പ്രസ്താവം. ഒരു പക്ഷേ വാദം മുഴുവൻ ഇന്ന് കേട്ടതിന് ശേഷം വിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ വിധി പ്രസ്താവിക്കാനും സാധ്യതയുണ്ട്. അതിനുശേഷം ഇറങ്ങുന്ന ആ ഒരു പകർപ്പ്, വിധിയുടെ പകർപ്പ്, ഇതിൽ 10 പ്രതികളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ദിലീപ് ഉൾപ്പെടെയുള്ള 4 പേരെ ഇതിൽ കുറ്റവിമുക്തരാക്കുകയായിരുന്നു. അപ്പോൾ ആ 4 പേരെ കുറ്റമുക്തരാക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൽ തെളിവുകളുടെ അഭാവമാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആ വിധിപ്പകർപ്പിന് ശേഷമായിരിക്കും അറിയാൻ സാധിക്കുക. അത് ഏകദേശം വൈകുന്നേരത്തോടു കൂടി ഇന്ന് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ ചർച്ചകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും എന്നുള്ളതും നമുക്ക് പറയാം. ഇപ്പോൾ തന്നെ കോടതി പരിസരം പ്രതികളെ വഹിച്ചുകൊണ്ടുള്ള പോലീസ് വാഹനം ജഡ്ജി എത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റാണ്. ഇനിയിപ്പോ ജഡ്ജി കോടതി മുറിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 6 പ്രതികളെ വിളിച്ച് കൂട്ടിലേക്ക് നിർത്തുക എന്നുള്ളതാണ് ആദ്യ നടപടി. വലിയ വകുപ്പുകൾ പ്രതികൾക്കെതിരെയുണ്ട്. കൂട്ടബലാത്സംഗം IPC 376D 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴയോ കിട്ടാവുന്ന വകുപ്പാണത്. IPC 366 സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകൽ 10 വർഷം വരെ തടവും പിഴയും ശിക്ഷയും കിട്ടാവുന്ന വകുപ്പാണ്. അന്യായമായ തടങ്കൽ വെക്കൽ IPC 342 1 വർഷം വരെ തടവ് കിട്ടാവുന്ന വകുപ്പാണ്. സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തണമെന്ന ഉദ്ദേശത്തോടുള്ള ബലപ്രയോഗം IPC 354 1 മുതൽ 5 വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന വകുപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.